പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ സമാധാനത്തിലേക്ക് പോകുമോ? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അതിനിർണായകമായ ആ തുടർ ചർച്ചകൾക്ക് ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ തുടക്കമാവുകയാണ്. ലബനാൻ വെടിനിർത്തലും ആണവ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ റൗണ്ട് ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവും US വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്വിറ്റ്സർലാൻഡിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. എന്നാൽ സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമാധാന കരാറിലെ നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ തെക്കൻ ലബനാനിൽ വീണ്ടും കടുത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യയെ വീണ്ടും കലുഷിതമാക്കുന്ന ഈ പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേട്ടോ ഇന്നത്തെ നിർണായകമായ ആ ചർച്ച നടക്കുന്നത്. ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര റദ്ദാക്കാനൊരുങ്ങിയ ഇറാൻ നേതൃത്വത്തെ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രിയാണ് കേട്ടോ അനുനയിപ്പിച്ച് വീണ്ടും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ പറഞ്ഞത്. സമാധാന ചർച്ചയിൽ പാകിസ്ഥാനും ഖത്തറും ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ ലബനാൻ ആക്രമണത്തെ ഇറാൻ വെറുതെ നോക്കിയിരിക്കില്ലെന്നു തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ മുൻപ് സമാധാന വ്യവസ്ഥയുടെ ഭാഗമായി തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അവർ അടച്ചിരിക്കുകയാണ്. ഈ മാസം 18-ാം തീയതിയാണ് കേട്ടോ US-ഉം ഇറാനും തമ്മിൽ ചരിത്രപരമായ ആ സമാധാന കരാറിലേക്ക് എത്തുന്നത്. സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത പാത പുനഃസ്ഥാപിക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുക എന്നിവയായിരുന്നു ആ വ്യവസ്ഥകൾ. അന്തിമ കരാറിലെത്താൻ 60 ദിവസത്തെ വെടിനിർത്തലും അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ ധാരണ നിലനിൽക്കെയാണ് കേട്ടോ ശനിയാഴ്ച ലബനാനിലെ നബാത്തിയ പട്ടണത്തിലും പരിസര ഗ്രാമങ്ങളിലും ഇസ്രായേൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് വീണ്ടും കൂട്ടക്കുരുതി നടത്തിയത്. ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 32 പേരാണ് കൊല്ലപ്പെട്ടത്. ചരിത്രപരമായ ഒരു സമാധാന ചർച്ച നടക്കാനിരിക്കെ ഇസ്രായേൽ നടത്തുന്ന ഈ പുതിയ അധിനിവേശ ശ്രമങ്ങൾ ആഗോള സമാധാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള സയണിസ്റ്റ് ഭീകരന്മാരുടെ കൃത്യമായ അജണ്ടയല്ലാതെ മറ്റെന്താണ്? പലസ്തീനു പിന്നാലെ ലബനാനിലേക്കും തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. പരമാധികാര രാജ്യങ്ങളുടെ അതിർത്തികൾ നിയമവിരുദ്ധമായി കയ്യേറുന്ന ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം പ്രതികരിക്കേണ്ടതുണ്ട്. ലോകത്ത് എപ്പോഴും യുദ്ധം നിലനിർത്തി തങ്ങളുടെ ആയുധ കച്ചവടം കൊഴുപ്പിക്കാനും അതോടൊപ്പം തങ്ങളുടെ സങ്കുചിത ദേശവ്യാപന സിദ്ധാന്തം നടപ്പിലാക്കാനുമാണ് ഇസ്രായേൽ ഇതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത്. ഈ ക്രൂരമായ സയണിസ്റ്റ് അജണ്ടയ്ക്കെതിരെ ലോകം ഉണർന്നു ചിന്തിക്കേണ്ടുന്ന സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു.